എവരിവൺ വൈപ്രിക്കൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനലിലേക്ക് എനിക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാനെന്നുള്ളത് നമ്മൾ തൃശ്ശൂർ കുന്നംകുളത്തുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഹെറിറ്റേജ് എന്ന് പറഞ്ഞ ഷോറൂമിലാണ് ഞാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തമിഴിൽ കണ്ട മാതിരി ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറഞ്ഞത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഗുറില്ല 450 തന്നെയാണ്. സോ ഈ ഒരു വണ്ടിനെ കുറിച്ചുള്ള ഒരു വാക്ക് അറൗണ്ട് അല്ലെങ്കിൽ ഒരു റിവ്യൂ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒന്നും എനിക്കറിയില്ല. ഇപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഈ ഒരു കളറ് യെല്ലോ ബ്ലാക്ക് വിത്ത് പർപ്പിൾ ഈ ഒരു തീമിൽ വന്നിട്ടുള്ള ഈ ഒരു കളറ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. നല്ല രസമുണ്ട് വണ്ടി കാണാൻ. കാരണം വെച്ചാൽ ആ യെല്ലോ ഒക്കെ നല്ല രീതിയിൽ ഒന്ന് പോപ്പപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് നല്ല രസമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവറോൾ ലുക്കിൽ നമുക്ക് പിന്നെ കാണാനുള്ളതെന്ന് വെച്ചാൽ ഈ യെല്ലോയിൽ പർപ്പിള് നമുക്ക് കുറേ ഡിസൈൻസ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ലോഗോ ഒക്കെ നമുക്ക് പർപ്പിളായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് കാണാൻ ഒരു രസമുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വണ്ടിയുടെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു പാനലൊക്കെ നമുക്ക് ഗുറില്ല എന്നുള്ള ബാഡ്ജിങ് ഒക്കെ വന്ന് ബ്ലാക്ക് യെല്ലോ പ്ലസ് അതിലും ഈ പറഞ്ഞ മാതിരി പർപ്പിൾ മിക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വണ്ടി ഓവറോൾ കാണാൻ അടിപൊളിയാണ്. വണ്ടി കാണാൻ നല്ലൊരു മോഡേണൈസ്ഡ് റെട്രോ എന്നൊക്കെ പറയാം. നമുക്ക് പണ്ടത്തെ ഒരു റെട്രോ ലുക്കുണ്ട്, പക്ഷേ കുറച്ചൊരു കൂടി ഒരു മോഡേണൈസ് ആയിട്ടുള്ള ഒരു റെട്രോ ലുക്കിലുള്ള മോട്ടോർ സൈക്കിൾ എന്ന് പറയാം. റോയൽ എൻഫീൽഡിൻ്റെ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആദ്യം തന്നെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൽ നിന്നുള്ള വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. കാരണം വെച്ചാൽ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ ഏതൊരു വിശേഷം പറയാറ്. സോ അതുമാതിരി തന്നെ നമുക്ക് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ നോക്കാം. സോ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് LED ഹെഡ്ലാമ്പാണ് വന്നിട്ടുള്ളത്. ഞാൻ ഹെഡ്ലൈറ്റിൻ്റെ കറക്റ്റ് കാണുന്നത്. സോ ഓക്കെ, ഇതാണ് ഹെഡ് ലാമ്പ് വന്നിട്ടുള്ളത്. സോ ഹെഡ് ലാമ്പിൽ ഇപ്പോൾ കിടക്കുന്നത് നമുക്ക് നോർമൽ ലോ ബീമിലാണ്. സോ ഇതിൽ ആക്കുമ്പോഴാണ് ഹൈ ബീമിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. എനിക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ ഒരു ഭാഗമാണ് നമുക്ക് ഹൈ ബീമിലേക്ക് വരുന്നത്, ഈ ഒരു ഭാഗമാണ് നമുക്ക് ലോ ബീമായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് വണ്ടിയിൽ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ തന്നെയാണ്. നമുക്ക് വണ്ടിയിൽ നമുക്ക് ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു LED ഇൻഡിക്കേറ്ററാണ് വന്നിട്ടുള്ളത്. ഭയങ്കര ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്ക് നമ്പർ പ്ലേറ്റ് ഹോൾഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ നോർമലി വന്നിട്ടുള്ള ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. ഷോവയുടെ സസ്പെൻഷനാണ് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഷോവ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ രീതിയിലുള്ള ഒരു സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അലോയ് വീൽസാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഫ്രണ്ടും ബാക്ക് അലോയ് വീലാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വീലിൻ്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് വീലിൻ്റെ സൈസ് വന്നിട്ടുള്ളത് 120/70 ആണ്. നമുക്ക് ഫ്രണ്ട് വീലിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അവിടെ നമ്മൾ വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 452cc ലിക്വിഡ് കൂൾഡ് റിയോ XT എഞ്ചിനാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം, ഒരു മാസീവ് എഞ്ചിനാണ് വന്നിട്ടുള്ളത്. ആ ഒരു മാസീവ് എഞ്ചിൻ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഔട്ട്പുട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 40 PS ആണ് പവർ ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. ടോർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 40 Nm ആണ് ടോർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയിൽ നമുക്ക് വന്നിട്ടുള്ളത് ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വന്നിട്ടുള്ളത്. വിത്ത് സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത്, ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള സൗണ്ടാണ്. കാരണം ഈ ഒരു വണ്ടിക്ക് ആ ഒരു സൗണ്ട് എന്ന് പറയുന്നത് സംതിങ് ഡിഫറെൻറ്റ്. ആ ഒരു രീതിയിലാണ് സൗണ്ടും കാര്യമൊക്കെ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹിമാലയ 450 വന്നിട്ടുള്ള സെയിം എഞ്ചിനാണെന്നുണ്ടെങ്കിൽ പോലും ഇതിലേക്ക് വന്നപ്പോൾ ട്യൂണിങ്ങിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ വ്യത്യാസം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെൻഡ് വൈപ്പും കാര്യങ്ങളൊക്കെ ഇത് കൂടെയാണ് പോയിട്ടുള്ളത്. നമുക്ക് എക്സോസ്റ്റ് അവിടെയാണ് വന്നിട്ടുള്ളത്. എക്സോസ്റ്റ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ എക്സോസ്റ്റാണ് വന്നിട്ടുള്ളത്. പക്ഷേ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് മാത്രം തന്നെ കുറച്ച് ഹ്യൂജ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫ്രണ്ടും ബാക്കും ഡ്യുവൽ ചാനൽ ABSോട് കൂടിയിട്ടാണ് നമുക്ക് ബ്രേക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. വൈബ്രയാണ് നമുക്ക് ബ്രേക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു മഡ് ഗാർഡും അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ മഡ് ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബോഡി കളറുകളാണ് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ എനിക്ക് മാറ്റ് ഫിനിഷാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ ഒരു പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമുക്കൊരു റബ്ബറിൻ്റെ ബൂട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഗുറില്ല ആയിട്ടുള്ള ഒരു
സ്റ്റിക്കറിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു പർപ്പിൾ കളറിലുള്ള ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഫ്യൂൾ ടാങ്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് ഫ്യൂൾ ടാങ്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല. ഒരു പരന്നിട്ടുള്ള രീതിയിലുള്ള ഫ്യൂൾ ടാങ്കാണ്. പക്ഷേ അത് ഇങ്ങനെ പരന്നതായതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ സൈസ് തോന്നിക്കാൻ ആ ഒരു ഫ്യൂൾ ടാങ്ക് നല്ല രീതിയിൽ നമുക്ക് സഹായിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് ഫ്യൂൾ ടാങ്കിൻ്റെ കാര്യങ്ങൾ. നമുക്ക് 11 ലിറ്റേഴ്സാണ് ഫ്യൂൾ ടാങ്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. 28 ഒരു 30-35 അടുത്തൊക്കെയാണ് നമുക്ക് കമ്പനി മൈലേജ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. മോശമുള്ള മൈലേജ് ഒന്നുമില്ല. 450cc ഒരു മോട്ടോർ സൈക്കിളിന്, സിംഗിൾ സിലിണ്ടർ മോട്ടോർ സൈക്കിളിന് ഇത് അത്യാവശ്യം നല്ലൊരു മൈലേജ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് വണ്ടിയുടെ ഈ പറഞ്ഞ മാതിരി ഫുഡ് പാക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ഫുഡ് പാക്സ് ആണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അതിൽ നമുക്ക് സ്പ്രിങ്ങിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ലീവേഴ്സ് നമുക്ക് ഈ രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇതാണ് ബാക്കിൽ ബ്രേക്ക് ലിവറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിരിക്കുന്ന കാല് വരുന്ന പൊസിഷൻ്റെ സ്ട്രെയിറ്റ് താഴെയാണ് നമുക്ക് ഫുഡ് പാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് വണ്ടിയുടെ ബാക്കിലത്തെ വീലിൻ്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ വീലാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയാം. കാരണം വെച്ചാൽ ഈ പറഞ്ഞ മാതിരി നമുക്ക് ബാക്കിൽ വലിയൊരു ഡിസ്കും വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 160 സെക്ഷൻ നമുക്ക് വീലാണ് വന്നിട്ടുള്ളത്. നമുക്ക് സിയാറ്റിൻ്റെ ടയേഴ്സ് തന്നെ ഫ്രണ്ടും ബാക്കും വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ബാക്കിലത്തെ ഷോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മോണോ ഷോക്കാണ് വന്നിട്ടുള്ളത്. ബാക്കിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഷോക്കപ്പാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ റീബൗണ്ടും കംപ്രഷനൊക്കെ നമുക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സൈഡിൽ നിന്ന് വരുമ്പോൾ ഉള്ള ലുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെയായിരിക്കും സൈഡിൽ നിന്നുള്ള ലുക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള സീറ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് റോയൽ എന്നുള്ള ചെറിയൊരു ബാഡ്ജിങ് പോലെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വൈഡാണ്. ആ വൈഡ് തന്നെ, പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ അത് ചെറുതായി വരുന്നുണ്ട്. കംഫോർട്ടിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വണ്ടിയുടെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഗ്രാബ് റെയിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റഡി ആയിട്ടുള്ള ഗ്രാബ് റെയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ വണ്ടിയുടെ റിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയറിന് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ടെയിൽ ലാമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെയിൽ ലാമ്പ് നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഉള്ളിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പോർഷൻ തന്നെയാണ്. പിന്നെ നമുക്ക് ബാക്കിലത്തെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ എവിടെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാരി കാർഡും കാര്യങ്ങളും, അതുപോലെ തന്നെ ചെയിൻ ഡ്രൈവിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞമായിട്ട് തന്നെ നമുക്കൊരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ വന്നിട്ടുള്ളത്. റിയർ ഫുഡ് പെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മെറ്റാലിക് ഫിനിഷിലൊക്കെ വന്നിട്ടുള്ള ഒരു റിയർ ഫുഡ് പെക്സ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് പിടിക്കുക, അതായത് ഹോൾഡ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു യു ബ്രാക്കറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് ഗിയർ ലെവൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതും നമുക്കൊരു നൈസായിട്ട് അധികം എങ്ങനത്തെ ഇപ്പോൾ കൂടുതൽ വണ്ടികൾ കണ്ടുവരാന്ന് വെച്ചാൽ ആ വണ്ടി വീഴുമ്പോൾ ശരിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗിയർ ലിവർ പൊട്ടാതെ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു വണ്ടിയിൽ നമുക്ക് ആ ഒരു പ്രശ്നം കാണുന്നില്ല. കാരണം വെച്ചാൽ ഈ ഒരു ഗിയർ ലിവർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ 450 ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് വന്നിട്ടുള്ളത്. അതിൽ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടാണ് നമുക്ക് ഫ്രെയിമും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ വണ്ടിയുടെ മീറ്റർ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് കൺട്രോളിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് കൺട്രോളാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഗൂഗിൾ മാപ്സ്, മോർ ആൻഡ് മോർ കുറേ കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് കൺട്രോളിൽ ആവശ്യമുള്ളതിനെക്കാട്ടും കൂടുതൽ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വണ്ടിനെ കുറച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസും, ട്രിപ്പും, അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്യൂളിൻ്റെ റേഞ്ചും, RPM, എല്ലാ കാര്യങ്ങളും, ഗിയർ പൊസിഷനും കാര്യങ്ങളൊക്കെ ഇതിൽ അറിയാൻ പറ്റും. ഇതിൽ ഒന്നും കുറവായിട്ട് എനിക്ക് ഈ ഇൻസ്ട്രുമെൻറ്റ് കൺട്രോളിൽ കാണാനായിട്ട് പറ്റിയിട്ടൊന്നുമില്ല. കാരണം വെച്ചാൽ മോർ ആൻഡ് മോർ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് കൺട്രോളിൽ അധികം ഫീച്ചേഴ്സാണ് ലോഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ വണ്ടിയുടെ സ്വിച്ച് ഗിയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ സ്വിച്ച് ഗിയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഹോം ബട്ടൺ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. ഹോൺ ഇവിടെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു ജോയ്സ്റ്റിക് കൺട്രോൾ വന്നിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ ഈ ഒരു ബട്ടൺ വെച്ച് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ അവിടെ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ല, അതാണ് അത് നല്ല രസമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ സ്വിച്ച് ഗിയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയാണ് റൈറ്റ് സൈഡിൽ സ്വിച്ച് ഗിയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിൽ സ്വിച്ച് വന്നിട്ടുണ്ട്, ഒരു ഹസാർഡ് ബട്ടൺ വന്നിട്ടുണ്ട്, മോഡ് ബട്ടൺ വന്നിട്ടുണ്ട്. സോ ഈ ഒരു മോഡ് ബട്ടൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 റൈഡിംഗ് മോഡ്സാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ വന്നിട്ടുള്ളത്. എക്കോയും പെർഫോമൻസാണ് വന്നിട്ടുള്ളത്. മോഡ് ബട്ടൺ 1 ടാപ്പിൽ തന്നെ നമുക്ക് പെർഫോമൻസിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഒരു ടാപ്പിൽ തന്നെ നമുക്ക് എക്കോയിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ക്വിക്കായിട്ടാണ് അത് സ്വിച്ച് ആവുന്നത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമുക്ക് ഹാൻഡിൽ കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ് ഹാൻഡിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. മിറർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിൽ ആയിട്ടുള്ള മിററാണ് വന്നിട്ടുള്ളത്. റെട്രോ ലുക്കുള്ള മിററിനാണ് വന്നിട്ടുള്ളത്. ആസ് യൂഷ്വലി റോയൽ എൻഫീൽഡിലെ എല്ലാ മോട്ടോർ സൈക്കിളും വന്നിട്ടുള്ള സെയിം മിറേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ക്ലച്ച് ലിവറും ബ്രേക്ക് ലിവറും നോർമൽ ക്ലച്ച് ലിവറും ബ്രേക്ക് ലിവറാണ് വന്നിട്ടുള്ളത്. അഡ്ജസ്റ്റബിൾ എന്നല്ല, നോർമൽ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഈ വണ്ടിയുടെ ബ്രേക്കിൻ്റെ നമുക്ക് റിസർവറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും.
കീയും കാര്യങ്ങളൊക്കെ നമ്മൾ യൂഷ്വലി റോയൽ എൻഫീൽഡ് കണ്ടുവന്നിട്ടുള്ള സെയിം ടൈപ്പ് കീ തന്നെയാണ് വന്നിട്ടുള്ളത്. ചെറിയ ഒരു മാറ്റ് ഫിനിഷ് ആക്കി എന്നുള്ള വ്യത്യാസം മാത്രമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ എനിക്ക് ഈ ഒരു മോട്ടോർ സൈക്കിൾ കൂടുതലും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കളർ എന്ന് പറയുന്നത് ഈ ഒരു കളർ തന്നെയാണ്. കാരണം വെച്ചാൽ അടിപൊളിയായിട്ടാണ് ഈ ഒരു കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഫോട്ടോ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്ന ഒരു കളർ തീം തന്നെയാണ്. അതെന്ന് വെച്ചാൽ ആ ഒരു കോമ്പിനേഷൻ ഓഫ് കളേഴ്സ് അവരെ സെലക്ട് ചെയ്തിട്ടുള്ള നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറയാൻ പറ്റിയ കേസ് എന്ന് വെച്ചാൽ സീറ്റ് ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സൈഡിലാണ് നോക്കുന്നത്. നോർമലി ഒട്ടുമിക്ക ബൈക്സിനും നമുക്ക് അപ്പുറത്തെ സൈഡിലാണ് കാണാൻ പറ്റുക. അത് അവർ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. യൂഷ്വലി ഈ മോട്ടോർ സൈക്കിൾ നോക്കുകയാണെങ്കിൽ ചേഞ്ചസ് ആണ് ഫുള്ള് ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. ഒക്കെ തിരിച്ചാണ് ചെയ്തിട്ടുള്ളത് അവർ. നമ്മുടെ സാധാരണ കണ്ടുവന്നിട്ടുള്ള ബൈക്സിൽ നിന്ന് അപേക്ഷിച്ച് നോക്കുമ്പോൾ വണ്ടി ഒന്നും കൂടി മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഒക്കെ കാര്യങ്ങൾ അവർ തിരിച്ചാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ അത് കുറച്ച് ഒരു രസമാണ്. കാരണം വെച്ചാൽ നോർമലി ആൾക്കാർ ചിന്തിക്കുന്ന കാര്യങ്ങളല്ലേ അവർ ചിന്തിക്കുന്നത്, അത് അതിൻ്റെ ഇരട്ടി രീതിയിലാണ് അവർ ചിന്തിച്ചിട്ടാണ് ഓരോ മോട്ടോർ സൈക്കിളും അവരെ പോയി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് എനിക്ക് ഈ വണ്ടിനെ കുറിച്ച് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്ന ചെറിയൊരു വിശേഷം എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഈ വണ്ടിനെ കുറിച്ചുള്ള എല്ലാ കാര്യവും ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോയും അതുപോലെ തന്നെ റൈഡിങ് റിവ്യൂവും നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 2 വീഡിയോസും മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ ഹെറിറ്റേജ് ഷോറൂമിലാണ് ഞാനുള്ളത്. സോ നിങ്ങൾക്ക് വല്ല എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഷോറൂമിൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ വൈപ്പർക്കിൽ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ വൈപ്പർക്കിൽ വ്ലോഗ്സ്.